ഒന്നാമത് T20യിലെ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ രണ്ടാമത് T20യിൽ ഇന്ത്യൻ ടീം ഇറങ്ങാനായിട്ട് പോകുന്നത്. ആദ്യ T20യിൽ നേടിയ മിന്നുന്ന ജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ രണ്ടാമത്തെ അംഗത്തിന് ഒരുങ്ങുന്നത്. 23-ാം തീയതി റായ്പൂരിലാണ് രണ്ടാമത് T20 നടക്കുന്നത് കേട്ടോ. തുടരെ രണ്ടാം ജയം ജയിച്ചിട്ട് 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ലീഡ് ചെയ്ത് നിൽക്കാനാണ് ഇന്ത്യൻ ടീമിൻ്റെ ലക്ഷ്യം കേട്ടോ. പക്ഷേ നാഗ്പൂരിലെ 48 റൺസിൻ്റെ വിജയം കൈവരിച്ച അതേ ടീം കോമ്പിനേഷനിലായിരിക്കില്ല ഇന്ത്യൻ ടീം രണ്ടാം T20യിൽ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഒരു മാറ്റം എന്തായാലും ഉണ്ടാവുമെന്നാണ് ടീമിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ പറ്റിയിരിക്കുന്നത് കേട്ടോ. പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റാനായിട്ട് പോകുന്നത് ആരെയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ അക്സർ പട്ടേലിനെയാണ് കേട്ടോ മാറ്റാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം കൈവിരലിനേറ്റ പരിക്ക് കാരണം അദ്ദേഹം പകുതി കളിയിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 16-ാം ഓവറിൽ ബൗൾ ചെയ്യുകയായിരുന്നു കേട്ടോ സംഭവം ഉണ്ടായത്. ഓവറിലെ 3-ാമത്തെ ബോളിൽ അക്ഷറിന് നേരെ കരുത്തുറ്റൊരു സ്ട്രൈക്ക് ഷോട്ട് ഡാരൻ മിച്ചൽ കളിച്ചത് ഇടാം. അക്ഷർ അത് ഒരു കൈ കൊണ്ട് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഷോട്ടിൻ്റെ ശക്തി കാരണം കയ്യിൽ തട്ടി ബൗണ്ടറി ആകുകയും അത് കയ്യിൽ നല്ല പരിക്കുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം 3 ബോൾ ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ബാക്കി ബോൾ ചെയ്തിരുന്നത് അഭിഷേക് ശർമ്മ കൂടിയായിരുന്നു കേട്ടോ. ഇങ്ങനൊരു പരിക്കുള്ളത് കൊണ്ടും വരാനിരിക്കുന്ന ലോകകപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടും എന്തായാലും അദ്ദേഹത്തിന് 1-2 കളി റെസ്റ്റ് കൊടുക്കാനാണ് കേട്ടോ ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. എന്തായാലും ലോകകപ്പിനിക്ക് മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് തന്നെ അക്സർ പട്ടേലിനെ പോലെയുള്ളൊരു പ്ലെയറിന് എന്തായാലും ലോകകപ്പിലേക്ക് കളിപ്പിക്കണം എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും എന്തായാലും ടീം മാനേജ്മെൻറ്റ് അങ്ങനൊരു തീരുമാനം എടുക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ അക്സർ പട്ടേൽ മാറുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പ്ലേയിങ് ഇലവനിക്ക് വരാൻ ചാൻസ് ഉള്ളത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഹർഷിത് റാണയാണ് കേട്ടോ. ഹർഷിത് റാണ ഒരു ഓൾറൗണ്ടർ മികവ് കളിക്കുന്നൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ എന്തായാലും അക്സർ പട്ടേലിന് പകരം ടീമിലേക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അദ്ദേഹം തന്നെ ആയിരിക്കും. അത് മാത്രമല്ല ഇതിലൊരു നെഗറ്റീവ് വശം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഫാസ്റ്റ് ബൗളറും ഒരാൾ സ്പിന്നറുമാണ്. അപ്പോൾ സ്പിന്നർക്ക് പകരം ടീമിൽ സ്പിന്നർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുൽദീപ് യാദവിനെയും പരിഗണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 ഓപ്ഷനാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്ലേയിങ് ഇലവനിൽ രണ്ടാമത് T20യിലെ പ്ലേയിങ് ഇലവനിൽ കാണാനായിട്ട് പോവാട്ടോ.